കഥയുത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് 7ാമത്തെ കഥയാണ് വായിക്കുന്നത്. നേരത്തെ അറിയിച്ചതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു കഥയാണ് അവതരിപ്പിക്കുന്നത്. ലളിതാംബിക അന്തർജനത്തിന്റെ മനുഷ്യപുത്രി. കഥ വായിക്കുന്നത് ലൈബ്രറി പ്രവർത്തകയും ഗവേഷകയും അംബേദ്കർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അധ്യാപികയുമായ ജയ വിജയനാണ്. ജയ വിജയനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് അവതരിപ്പിക്കുന്ന കഥ ലളിതാംബിക അന്തർജനത്തിൻ്റെ മനുഷ്യപുത്രി എന്ന കഥയാണ്. മലയാള കഥാസാഹിത്യത്തിൽ നവോത്ഥാനത്തിൻ്റെ ചാലകശക്തിയായി വർദ്ധിച്ച കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയയാണ് ശ്രീമതി ലളിതാംബിക അന്തർജനം. തൻ്റെ സമുദായത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അമാനവികങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ സാഹിത്യ കൃതികളിലൂടെ സാമൂഹിക പരിഷ്കരണം നടത്തുവാൻ ശ്രമിച്ച കഥാകൃത്താണ് ശ്രീമതി ലളിതാംബിക അന്തർജനം. മനുഷ്യപുത്രി എന്ന കഥയിൽ വളർന്നു വരുന്ന ഒരു യുവ നേതാവിൻ്റെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുകയും തൻ്റെ ജീവിത ദുരിതങ്ങളിൽ വിവശയാവുകയും ചെയ്യുന്ന വൃദ്ധയായ കുഞ്ഞാത്തൽ എന്ന അന്തർജനത്തിൻ്റെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് കഥാകൃത്ത് ഈ കൃതിയിൽ അവതരിപ്പിക്കുന്നത്, ഈ ചെറുകഥയിൽ അവതരിപ്പിക്കുന്നത്. ജനനേതാവായ മന്ത്രിയായ ഗോവിന്ദൻകുട്ടിയെ കാണാൻ കുഞ്ഞാത്തലെത്തുന്നത് തൻ്റെ ചെറുമകന് ഒരു നേരത്തെ ഉച്ചക്കഞ്ഞിക്കെങ്കിലുമുള്ള വക ഉണ്ടാക്കി കൊടുക്കുവാൻ ഈ നേതാവിന് കഴിയുമോ എന്നറിയുന്നതിനു വേണ്ടിയാണ്. ഈ ചെറുകഥ വർത്തമാനകാല സമൂഹത്തിൽ നാം പലപ്പോഴും മറന്നുപോകുന്ന മാനവിക മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ കഥയെ ഏറെ പ്രസക്തമാക്കുന്നുണ്ട്. നമുക്ക് കഥയിലേക്ക് പോകാം. മനുഷ്യപുത്രി. ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് തളർന്നുലഞ്ഞ് വീട്ടിൽ വന്നതേയുള്ളൂ. മണി 3 ഇനി 4:30 മീറ്റിംഗ് ഉണ്ട്. 5 പൊതുയോഗം. 6:15 7 ഇടയ്ക്ക് സുപ്രധാനമായ ചില സന്ദർശനങ്ങൾ. ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച ജോലി തിരക്കുകൾക്കിടയ്ക്ക് സന്ദർശക മുറിയിലെ ആൾത്തിരക്ക് കണ്ടപ്പോൾ അദ്ദേഹം അന്തം വിട്ടുപോയി. താനും ഒരു മനുഷ്യനല്ലേ, കല്ലും ഇരുമ്പൊന്നും കൊണ്ടല്ലല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും മണിക്കൂറിന് 60 മിനിറ്റ് വെച്ച് ഈ പായുന്ന സമയത്തിനൊപ്പം ഓടിയെത്താൻ തന്നെ കൊണ്ടാവുമോ? ഓട്ടം തന്നെ ഓട്ടം, മത്സരിച്ചോട്ടം. ഈ മാരത്തോൺ മത്സരത്തിൽ ചേരേണ്ടായിരുന്നുവെന്ന് വരുമോ? ഓഫീസ് മുറിയിലെ കസാലയിലേക്ക് ചെന്നു. വീണപ്പോൾ വല്ലാത്ത തലവേദന തോന്നി. അന്ന് കുളിക്കുകയോ ഉണ്ണുകയോ ചെയ്തിട്ടില്ലെന്ന പരമാർത്ഥം അപ്പോഴാണ് ഓർത്തത്. നിത്യജീവിതചര്യകളിൽ കൃത്യത പാലിക്കാൻ തനിക്ക് കഴിയാറില്ല. ആഹാരം, നിദ്ര, വിശ്രമം ഒക്കെ എപ്പോഴെങ്കിലും അപ്പോൾ എന്നേ ഉള്ളൂ. എന്തിന്, കാണാൻ കൊതിച്ചുണ്ടായ കുഞ്ഞിനെ ഒന്ന് നേരെ ചൊവ്വെ കാണാൻ പോലും സമയം കിട്ടാറില്ല. ഒരു പൊതുസേവകന്റെ ജീവിതമാണിത്, പൊതു നേതാവിൻ്റെ ജീവിതമാണ്. ആ സുഖവും അന്തസ്സും അനുഭവിക്കണമെങ്കിൽ ഇത്തരം ചില അസൗകര്യങ്ങൾ സഹിച്ചേ തീരൂ എന്നറിയാം. അതുകൊണ്ടാണ് സ്വീകരണ മുറിയിലൂടെ അകത്തേക്ക് കടന്നപ്പോൾ ഉള്ളിൽ വന്ന ദേഷ്യം കടിച്ചമർത്തി പുഞ്ചിരിക്കേണ്ടവരോട് പുഞ്ചിരിക്കുകയും കുശലം പറയേണ്ടവരോട് കുശലം പറയുകയും ചെയ്തത്. എന്നാലും സന്ദർശക കാർഡും കൊണ്ടുവന്ന സെക്രട്ടറിയോട് അലറി, പോവൂ, ആ തൊഴിലില്ലാത്തവരോട് പോയി പറയൂ, എനിക്കിന്ന് ആരെയും കാണാൻ സമയമില്ല, എനിക്കിന്ന് സുഖമില്ല, ഇത് സന്ദർശന സമയമല്ല, നാളെ രാവിലെ 8 മണിക്ക് വരാൻ പറയൂ. സെക്രട്ടറി ഉള്ളിലൂറിയ ചിരി അടക്കിക്കൊണ്ട് ക്ഷമാപൂർവ്വം കാത്തുനിന്നു. എത്ര കോപിച്ച് ചാടിയാലും അവരെ ഓരോരുത്തരെയായി വിളിച്ച് കുശലം ചോദിച്ചതിന് ശേഷമേ അദ്ദേഹം ഉണ്ണുകയുള്ളൂ എന്ന് അയാൾക്കറിയാം. ചിലപ്പോൾ ഉണ്ണാതെ തന്നെ മീറ്റിങ്ങിന് പോയെങ്കിലുമായി. അങ്ങനെയല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പൊതുജന നേതാവാകുവാൻ കഴിയുമായിരുന്നില്ലല്ലോ. അന്നും അങ്ങനെ തന്നെ സംഭവിച്ചു. ഓഫീസ് മുറിയുടെ വാതിലിൽ നിന്ന് അവസാനത്തെ ആളും കടന്നുപോയി കഴിഞ്ഞപ്പോൾ സെക്രട്ടറി അടുത്തു ചെന്ന് മന്ദസ്വരത്തിൽ പറഞ്ഞു, ഇനിയൊരു സ്ത്രീയുണ്ട്, അപ്പുറത്തിരിക്കുന്നു. വളരെ ദൂരെ നിന്നും വന്ന വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ. അവർക്ക് അവിടുത്തെ തനിച്ചു കാണണമെന്ന് ഉണ്ട്. പറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ വിളിക്കാഞ്ഞത്. നേതാവ് ക്ഷോഭവും അക്ഷമയും അടക്കുവാനാവാതെ മേശപ്പുറ തൂക്കോടെ ഇടിച്ചു. മഷിക്കുപ്പി മറിഞ്ഞു, കടലാസുകൾ ഇളകിപ്പറന്നു.
നിങ്ങൾക്കെന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? നിങ്ങളുടെ ഒരു സ്ത്രീ, നിങ്ങളുടെ ശുപാർശക്കാർ, ഞാൻ ഒരു മനുഷ്യനാണെന്ന് അവരോട് പറയൂ. ആരായാലും ഇനി നാളെ രാവിലെ വരട്ടെ. മണി 4:30 ആയിരിക്കുന്നു. ശാന്തവും അനുനയപൂർവവുമായ സ്വരത്തിൽ സെക്രട്ടറി പറഞ്ഞു. അത് കഷ്ടമാണെന്ന് തോന്നുന്നു. അവർ അതിരാവിലെ ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ്. പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. വളരെ ദൂരം നടന്നു വന്ന വളരെ പാവ ഒരു വല്യമ്മ. ഒന്ന് കണ്ടാൽ മതി, ഉടൻ പൊയ്ക്കൊള്ളാമെന്ന് പറയുന്നു. നേതാവ് നിശബ്ദനായിരുന്നു. സെക്രട്ടറിയെ അനുഗമിച്ച് ഓഫീസ് മുറിയുടെ വിലയേറിയ കർട്ടൻ ഒതുക്കി മാറ്റി അകത്ത് പ്രവേശിച്ച ആളെ അദ്ദേഹം അലസതയോടെ നോക്കി. എന്തു വിചിത്രമായ വേഷം! മൂടി പുതച്ച മുണ്ട്, മുഷിഞ്ഞ കുട, ഊഞ്ഞാലാടുന്ന കാതുകൾ. 18ാം നൂറ്റാണ്ടിൽ നിന്ന് കടന്നു വരുന്ന ഒരു കഥാപാത്രത്തെ പോലെ അവർ ആ വലിയ മുറിയുടെ മൂലയ്ക്ക് പരുങ്ങി നിന്നു. പിറകിൽ കാൽമുട്ടുകൾ പിടിച്ചുകൊണ്ട് 6-7 വയസ്സായ ഒരു ആൺകുട്ടിയും. നേതാവ് അത്ഭുതപൂർവ്വം നോക്കി. അദ്ദേഹം എന്തോ ആലോചിക്കുകയായിരുന്നു. ഭൂതകാലത്തിന്റെ ഇരുളിൽ നിന്ന് ഏതോ പരിചിത രൂപം ചേർത്തെടുക്കാൻ ഓർക്കും പോലെ ഏതോ ഒരു ഛായ, ഏതോ ഒരു സംശയം. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റു. ആഗതയായ ആ സ്ത്രീ അപ്പോഴും നിലത്ത് കണ്ണും നട്ട് നിശബ്ദം നിൽക്കുകയായിരുന്നു. നേതാവ് മനഃക്ഷോഭം അടക്കിക്കൊണ്ട് സാവധാനം പറഞ്ഞു, ഇരിക്കൂ. എവിടെ നിന്നാണ് വരുന്നത്? എന്ത് വേണം? എനിക്ക് കുറെ തിരക്കുള്ള സമയമാണിപ്പോൾ. വേഗം കാര്യം പറയൂ. ആഗതയായ സ്ത്രീ തല ഉയർത്തിയപ്പോൾ പുതപ്പുമുണ്ട് ഊർന്നു വീണു. അമ്പരപ്പും പരിഭ്രമവും കൊണ്ട് അവരാകെ വിറച്ചിരുന്നു. കാതരവും കുലീനവുമായ മിഴികളിൽ നീർ നിറഞ്ഞു തുളുമ്പി. മന്ത്രം ജപിക്കുന്ന സ്വരത്തിൽ അവർ മൊഴിഞ്ഞു, ഇരിക്കണില്ല കോയിന്നൻകുട്ടി, ഇരിക്കണില്ല. ഇപ്പൊ പൊക്കോളാം. ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കോയിന്നൻകുട്ടിക്ക് മനസ്സിലാവില്ല ഇപ്പോൾ. പക്ഷേ വാക്കുകൾ പുറപ്പെടുവിക്കാൻ അവർ വല്ലാതെ ക്ലേശിക്കും പോലെ തോന്നി. നെറ്റിയിൽ നമസ്കാരമുദ്ര, കൈകളിൽ ഓട്ടുവളത്തഴമ്പ്. നേതാവ് താൻ അറിയാതെ പറഞ്ഞുപോയി, ഓ എൻ്റെ കുഞ്ഞാത്തലമ്മ. അവർ പരസ്പരം നോക്കി. ഒരു നിമിഷം നിന്നു. ചിരയുക്തനായ ഒരു മകനെ കാണുന്ന അമ്മയുടെ വികാര പ്രഹർഷത്തോടെ അവരുടെ കണ്ണുകൾ അയാളെ തൊട്ടുഴിഞ്ഞുകൊണ്ടേയിരുന്നു. ആ നോട്ടത്തിൽ പരാതിയില്ല, പരിഭവമില്ല, അപേക്ഷകളില്ല. കേവലം സ്നേഹത്തിൻ്റെ വിനീതവും ആത്മാർത്ഥവുമായ വിശ്വാസദാർഢ്യം മാത്രം. ആ നെടുവീർപ്പുകളിൽ കൂടെ ഒരു ജീവിതത്തിൻ്റെ ചുരുൾ മുഴുവൻ കെട്ടഴിഞ്ഞു വീണു. താൻ മുമ്പ് ആട്ടിപ്പുറത്താക്കാൻ ഒരുമ്പെട്ട ദീനയും ദരിദ്ര ജനോചിത വേഷയുമായ സ്ത്രീയുടെ സാന്നിധ്യത്തിൽ തൻ്റെ സർവ്വ പരിപാടികളും ആ നേതാവ് വിസ്മരിച്ചു പോയി. എന്തൊരു അപരാധബോധമാണ് മനസ്സിൽ, എന്തൊരു വിഷാദഭാരമാണ്. നിത്യപൂജാർഹമായ ദേവീ വിഗ്രഹത്തെ തട്ടിമറിച്ചിട്ടതുപോലെ അത് വെറും കല്ലായിരുന്നുവെന്ന് താൻ ഭ്രമിച്ചു. കല്ലുകൾക്ക് സുഖദുഃഖങ്ങളില്ല, അവ അടിച്ചുടക്കേണ്ടവയാണ്. അതിനു വേണ്ടിയുള്ള സമരത്തിൽ ജയിച്ചാണ് താൻ ഇത്രത്തോളം ഉയരത്തിലെത്തിയതെന്ന് അയാൾ ഓർത്തു. പക്ഷേ നിരന്തരമായ പാദപ്രഹരത്താൽ ഉടഞ്ഞു ചിതറിയ ആ കൽക്കൂമ്പാരങ്ങൾക്കിടയിൽപ്പെട്ട് നിരാലംബരായി പിടയുന്ന മനുഷ്യജീവികളുടെ കാര്യം താൻ എന്തേ മുമ്പേ ഓർക്കാതിരുന്നത്? ചോര ചിതറാത്ത മുറിവുകൾ, കരയാത്ത വേദനകൾ, പൊരിഞ്ഞു മരിച്ചാൽ പോലും ഒരരിമണി യാചിക്കാത്ത വയറുകൾ. ആ മഹായജ്ഞത്തിൽ കുരുത് കഴിക്കേണ്ടിയെന്ന പശുക്കളിലൊന്ന് ഇതാ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. സ്നേഹാനുഭവങ്ങളുടെ അമൃതസ്പന്ദിയായ അനുഗ്രഹപൂരം വർഷിച്ചുകൊണ്ട് ക്രൂശിതയായ ഈ മനുഷ്യപുത്രിയുടെ മുമ്പിൽ താൻ ആകെ ചെറുതായി വരുന്നത് പോലെ അയാൾക്ക് തോന്നി. ഇപ്പോൾ താൻ മഹായോഗത്തിൽ പ്രസംഗിക്കേണ്ട നേതാവല്ല, കമ്മിറ്റികളിൽ പങ്കുകൊള്ളുന്ന വിദഗ്ധനുമല്ല. അങ്ങ് ദൂരെ ഒരു കുഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ മാമ്പഴം പെറുക്കിയും കാരകളിച്ചും കുളം ചാടിയും തിമിർത്തു നടന്ന ഒരു ചെക്കൻ. അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചിരുന്നു. അമ്മാവന്മാർ പിരിയുകയും ചെയ്തു. കഷ്ടിച്ച് കഴിഞ്ഞു കൂടുവാനുള്ള വകയുണ്ടാക്കുവാൻ
അമ്മ എത്ര പ്രയാസപ്പെട്ടിരുന്നു. മകനെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവൻ പഠിച്ചു. പ്രൈമറി ക്ലാസ്സുകൾ മുഴുവൻ നടന്നു കയറിയത് ഒറ്റച്ചാട്ടത്തിനായിരുന്നു. മനക്കിലെ കുഞ്ഞാത്തല് അമ്മയോട് പറയാറുള്ളത് അയാൾ ഓർത്തു. ഗോവിന്ദൻകുട്ടി ബുദ്ധിയുള്ളവനാ ലക്ഷ്മി, ഓനൊരു നിരയിലെത്തും. അമ്മ സങ്കടത്തോടെ പറയും, എങ്ങനെയാ കുഞ്ഞാത്തലെ പഠിപ്പിക്കുക? വയറിന് തന്നെ കൊടുക്കാനില്ലാത്തപ്പോ ബുക്ക്, പെൻസിൽ, പുസ്തകം എന്തെല്ലാം ഒരു കൂട്ടം വേണം ഓന് സ്കൂളിൽ പോണെങ്കിൽ. കുഞ്ഞാത്തല് എന്തോ ആലോചിക്കും പോലെ തോന്നി. അത് സാരമില്ല ലക്ഷ്മി, ഒക്കെ വഴിയുണ്ടാവും. തേവാരത്തിലുള്ള പൂവ് കൊണ്ടുവരാമോ മിടുക്കന്? ചില്ലറ ഞാനുണ്ടാക്കാം. കരുണാമയ്യായ ഒരു ദേവിയെ പോലെ തൻ്റെ നേരെ നോക്കി ആ മുഖം ഒരു ദേവിയുടെ ഛായയിലെ തനിക്കോർക്കാൻ കഴിയുന്നുള്ളൂ. അമ്പലനടയിൽ വെച്ചാണ് തങ്ങൾ അധിക നേരവും കാണാറ് എന്നതുകൊണ്ടാണോ, അതോ ചോറുരുളയും നീട്ടിപ്പിടിച്ച് അന്നപൂർണേശ്വരിയെ പോലുള്ള ആ നിൽപ്പ് കൊണ്ടോ? രാവിലെ കണ്ട കാടും മേടും ചാടി പൂജാപുഷ്പങ്ങൾ ഒരുക്കുമ്പോഴേക്കും നല്ല വിശപ്പുണ്ടാകും. ഉണ്ണികളുടെ പ്രാതൽ കഴിഞ്ഞിരിക്കും. തൈരും മാങ്ങാക്കറിയും കൂട്ടിക്കുഴച്ച് കുഞ്ഞാത്തലമ്മയുടെ ഓട്ടുവളയിട്ട വെളുത്ത കൈപ്പട കൊണ്ട് ഉരുട്ടി എടുക്കുന്ന ഒരുരുള അതേ അയാൾ നിറച്ചുണ്ടിട്ടുള്ളൂ. അമൃതിനേക്കാൾ രുചികരമായ ആ അന്നം അതിലും രുചികരമായ വാക്കുകളോടെ കുഞ്ഞാത്തലമ്മ അവന്റെ കൈകളിൽ വെച്ചു കൊടുക്കുന്നു. അടുക്കൽ നിന്ന് വിങ്ങുന്ന അമ്മയോട് പറയും, കരയേണ്ട കേട്ടോ ലക്ഷ്മിക്കുട്ടി, ഓൻ പഠിച്ചു മെടുക്കനാവും. താഴത്തെ വീട് ഓടിടിക്കുമല്ലോ ഓൻ. താഴത്തെ വീട് ഓടിടിവിച്ചു. എങ്കിലും അത് കാണാൻ ലക്ഷ്മിക്കുട്ടി ജീവിച്ചിരുന്നില്ല എന്ന കാര്യം വ്യസന സമേതം അയാൾ ഓർത്തു. അമ്മയുടെ മരണശേഷം കുഞ്ഞാത്തലമ്മ മാത്രമായിരുന്നു അവന്റെ ഏക സഹായം. അശരണനായ ആ കുട്ടിയിൽ അവരുടെ വാത്സല്യം കോരിച്ചൊരിയുകയായിരുന്നു. പലപ്പോഴും അവന് ചില്ലറ കൊടുക്കാറുണ്ട്. ദുർഗാ പൂജയുടെ അട പ്രത്യേകമായി വെച്ചിരിക്കും. പറയും, ഇന്നാണെന്ന് തോന്നുന്നു ഒരു സ്വീകരണ യോഗത്തിന് ആ വഴി പോകുമ്പോൾ അവിചാരിതമായി അയാൾ കണ്ടു മനക്കലെ കൂറ്റൻ 16 കെട്ട് നിന്നിരുന്ന സ്ഥലം. മുഴുക്കെ വെളുത്ത് അപ്പയും കാട്ടുമുൾച്ചെടികളും പിടിച്ചു കിടക്കുന്നു. അമ്പലക്കുളവും ഇടിഞ്ഞു തൂന്ന് പടിപ്പുരമാളികയുടെ മുഖപ്പ് മുഖത്തി വീഴാറായിരിക്കുന്നു. കൂടെയുള്ളവർ പറഞ്ഞു, കൊടുത്താണ് കേട്ടോ ഈ ഇല്ലക്കാർ നശിച്ചത്. കാലം മാറിയതവർ അറിഞ്ഞിരിക്കില്ല. ആര് ചെന്നാലും സൽക്കരിക്കും. പാട്ടവും ജന്മിക്കരവും പിരിയാതെ ആയപ്പോൾ പറമ്പുകൾ വിറ്റ് അരിമേടിച്ചു. അതും തീർന്നപ്പോൾ കടമായി. പുരയുടെ കഴുക്കോലുകൾ ഊരി വിറ്റ് അവർ ദാനധർമ്മങ്ങൾ നടത്തി. അച്ഛൻ നമ്പൂതിരിയുടെ പിണ്ടത്തിനു മാത്രം 500 പറ അരി വെച്ചത്രേ. ആ കടത്തിനു വേണ്ടിയാണ് ഇല്ലപ്പറമ്പ് പോയത്. ഉണ്ണിക്ക് വാദമാണ്. സ്കൂൾ ഫൈനൽ പാസ്സായ ഒരു അനുജനുള്ളത് ഉദ്യോഗം തേടി നിരാശനായി ഇപ്പോഴേതോ പാർട്ടിയിൽ ചേർന്ന് അലഞ്ഞു നടക്കുന്നു. രോഗിയായ മകനെയും അയാളുടെ കുട്ടികളെയും കൊണ്ട് കുഞ്ഞാത്തലമ്മ അകലെ എവിടെയോ ഒരു ദേശ വഴിയിലുള്ള ചെറിയ വീട്ടിലേക്ക് താമസം മാറ്റി. അതും ഒരു പഴയ കുടിയാന്റെ കാരുണ്യം കൊണ്ടാണ് വീട് കിട്ടിയത്. ജന്മിത്വം തകർക്കണമെന്ന് ഉറച്ചു വിളിച്ചിരുന്ന അയാൾക്ക് തൊണ്ടയിടറി. ആരും തകർക്കാതെ തന്നെ അത് തകർന്നിരിക്കുന്നു. കുഞ്ഞാത്തലമ്മയെ ചെന്ന് കണ്ട് കുശലം അന്വേഷിക്കണമെന്ന് അപ്പോൾ വിചാരിച്ചതാണ്. ആ ജീവിതം എങ്ങനെയിരിക്കും? പട്ടിണി കിടക്കാൻ പണ്ടേ പരിചയമുള്ള കൂട്ടത്തിലാണ് കുഞ്ഞാത്തലമ്മ. ഏകാദശി, പ്രദോഷം, തിങ്കളാഴ്ച ഇങ്ങനെ മാസത്തിൽ 20 ദിവസവും ഉപവാസമിരിക്കും. അന്നൊക്കെ അവർ വളരെയധികം ആളുകൾക്ക് വെച്ചു വിളമ്പി ഊട്ടുന്നു. വ്രതാന്തമായ ആ മുഖത്ത് അധികം സംതൃപ്തിയോടെ മന്ദസ്മേരവും വിരിയും. അവർ പാടും, ഏറിയ മോതാൽ മർത്തൃസമൂഹേ കോരിയ കൊണ്ട് വിളമ്പവളേ ജയ, സുന്ദരരൂപേ ഗിരിതനയെ ചെറു കുന്നിലമർന്നിടും അമ്മേ ജയ. ഒരു നാൾ അമ്മ ചോദിച്ചു, കുഞ്ഞാത്തലമ്മേ, അടിയാൻ ഒരു സംശയം. അടിയങ്ങൾ പട്ടിണി കിടക്കുന്നത് ഇല്ലായ്മ കൊണ്ടാണ്, തിരുമനസ് കൊണ്ടോ? അതോ ലക്ഷ്മി? കുഞ്ഞാത്തലമ്മ സ്വല്പം ആലോചിച്ച് എന്നിട്ട് പറയും, അത് ഇല്ലാതാവാനാ, ഇല്ലാത്തവരുടെ ദുരിതം അറിയാനാ. ദാരിദ്ര്യം ഒരു കഷ്ടം തന്നെയാണേ. ഒന്ന് നിരീച്ചു നോക്കൂ. കുട്ടികൾ ഇങ്ങനെ വിശന്ന് കരയാ, ഒന്നും കൊടുക്കാനില്ലാണ്ടാവുക. ഭഗവാനെ ഗുരുവായൂരപ്പ, ഇങ്ങനെ ഒരു സ്ഥിതി ആർക്കും വരുത്തരുതേ. തൻ്റെ സങ്കല്പത്തിലുള്ള ഏതോ മഹാശക്തിയെ ധ്യാനിച്ച് അവർ തൊഴുതു.
ഇത് കണ്ടാൽ കാണുന്നവരും തൊഴുതു പോകും. ഇങ്ങനെ നിത്യ തപസ്വിനിയും നിത്യ ഐശ്വര്യദായിനിയുമായ കുഞ്ഞാത്തലമ്മയാണിപ്പോൾ. ഇപ്പോൾ നേതാവിന് തല ചുറ്റുന്നത് പോലെ തോന്നി. പുറമെ മീറ്റിങ്ങിന് പോവാനുള്ള കാർ ഹോണടിച്ചുകൊണ്ട് ഉയരുന്നു. സെക്രട്ടറിമാർ അക്ഷമരായി എത്തി നോക്കുകയാണ്. ഒരക്ഷരം മിണ്ടാതെ, എന്നാൽ വളരെയധികം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം കണ്ണുകളാൽ ആശ്ലേഷിച്ചും മതിമറന്നു നിന്ന ആ അമ്മയും മകനും ഉണർന്നിരുന്നു. അമ്മ പറഞ്ഞു, ഗോവിന്ദൻകുട്ടി ക്ഷമിക്കണം കേട്ടോ, വല്ലാത്ത ശല്യം ആയിരിക്കും. ലക്ഷ്മി മരിക്കാൻ കാലത്ത് പറഞ്ഞായിരുന്നു എൻ്റെ ചെക്കന് കുഞ്ഞാത്തിലെ അനുഗ്രഹമായുള്ളൂന്ന്. സന്തോഷമായി എനിക്ക് ഇശ്യേറെ സന്തോഷമായി. ഉണ്ണിക്ക് ഒരു ഗുണം വരേണനൊപ്പം തൃപ്തിയായി എന്ന് വെക്കുക. അല്പം നിർത്തി സംശയിച്ചുകൊണ്ട് മടിച്ചു തുടർന്നു. ഉണ്ണിക്കിടപ്പായിട്ട് 8 കൊല്ലം കഴിഞ്ഞു. ഇല്ല, ഒക്കെ നശിച്ചു. അന്യൻ പഠിച്ച് പാസ്സായിട്ട് ഏറെ ജോലി തെണ്ടിന്ന് വയ്യ. മുന്തിയ ജാതിക്കാർക്ക് ഇപ്പോൾ പഠിപ്പ് ഉദ്യോഗമൊന്നും പാടില്ല എന്ന് പറയണ കേട്ടു. സഭയോ പ്രസംഗോ ഒക്കെ ആയി ഓൻ അങ്ങനെ പോയി. ഒരു പെൺകിടാവുള്ളത് പുരു നിറഞ്ഞു നിൽക്കുന്നു. ഗോവിന്ദൻകുട്ടിയെ കണ്ടാല് ഒക്കേന വഴിയുണ്ടാവുന്നേ ആളോള് പറഞ്ഞത്. ഒരു നെടിയ നെടുവീർപ്പോടെ തൻ്റെ പൗത്രനെ അവർ മുമ്പോട്ട് നീക്കി നിർത്തി. മെല്ലെ വളരെ വതുക്കെ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ ഈ ഉണ്ണിയെ സ്കൂളിൽ ചേർത്ത് തരിക. ഉച്ചക്കഞ്ഞിക്കെങ്കിലും കിട്ടൂലോ. ഭഗവാനെ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ. നേതാവ് ഞെട്ടിത്തെറിച്ചു പോയി. അന്നപൂർണേശ്വരിയായ കുഞ്ഞാത്തലമ്മയുടെ കുഞ്ഞു മകന് ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി ഇരക്കേണ്ടതായി വന്നിരിക്കുന്നു. ദാനധർമ്മങ്ങളുടെ കാലം ഫലം നശിച്ചിരിക്കുന്നു. ആഭിജാത്യ കൊട്ടാരം തകർന്നിരിക്കുന്നു. അയാളുടെ കണ്ണീർ ചിറ പൊട്ടി ഒഴുകി. കുഞ്ഞാത്തലമ്മയുടെ മുന്നിൽ കുനിഞ്ഞ് പാദമാംസുക്കൾ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മാപ്പു തരൂ അമ്മേ, മാപ്പു തരൂ. ഗോവിന്ദൻകുട്ടി ദുഷ്ടനാണ്, നന്ദി കെട്ടവനാണ്. എന്നാലും അവിടുന്ന് അവനെ ശപിക്കില്ല. ആ ഇല്ലം തല്ലി തകർത്തത് ഞങ്ങളാണ്, പാട്ടം കിട്ടാതാക്കിയത് ഞങ്ങളാണ്. ഉണ്ണാനില്ലാത്തവർക്ക് വേണ്ടിയുള്ള സമരത്തിനിടയിൽ ചോറ് വിളമ്പിത്തന്ന കൈകൾ ഞങ്ങൾ മറന്നുപോയി. എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ ശപിക്കുന്നില്ല. പകരം ശാപത്തേക്കാൾ ഉഗ്രമായ അനുഗ്രഹം കൊണ്ട് മൂടുകയും ചെയ്യുന്നു. അവിടുത്തെ മകനെ വീണ്ടെടുത്തു തരാൻ ഞാൻ ആളാവുമോ? ആ ഉച്ചക്കഞ്ഞി പോലും എൻ്റെ വരുതിയിലല്ല. പക്ഷെ ഒരപേക്ഷയുണ്ട്. അമ്മയില്ലാത്ത ഗോവിന്ദൻകുട്ടിക്ക് ഒരമ്മയാവണേ അവിടുന്ന്. ഈ സ്നേഹവും വാത്സല്യവും നിഷ്കപടതയും അടുത്ത തലമുറയ്ക്കും കൊടുക്കണേ. അവിടുത്തെ കോരികയിൽ മാത്രമേ അതിന്നും നിറഞ്ഞിരിക്കുകയുള്ളൂ. നേതാവ് തിരിഞ്ഞ് സെക്രട്ടറിയോട് പറഞ്ഞു, എൻ്റെ കാർ തിരിച്ചയച്ചിട്ട് അമ്മയെ അതിൽ കയറ്റിയിരുത്തൂ. എന്നിട്ട് ഫോൺ ചെയ്യണം. ഒഴിച്ചുകൂടാത്ത ചില കർത്തവ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒക്കെയായി എനിക്കിന്ന് യോഗത്തിൽ വരാൻ സാധ്യമല്ല. ഒഴിച്ചുകൂടാനാവാത്ത ചില കർത്തവ്യങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്കിന്ന് പൊതുയോഗത്തിൽ വരാൻ സാധ്യമല്ല. ഞാനും ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യപുത്രിയുടെ മകൻ. നന്ദി, നമസ്കാരം. കഥ കേട്ടല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. ലൈബ്രറിയുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.